ഹായ് ട്രേഡേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ബ്രോ എങ്ങനെയാണ് ഫണ്ടഡ് അക്കൗണ്ട് പാസ്സാവുന്നത്, ബ്രോ ഏത് മണി മാനേജ്മെന്റ് ആണ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ കുറെ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നുണ്ട്. ഇവിടെ എന്താ പറയാ, ഒരു മാജിക്കും ഇല്ല കാഴ്ച. ഞാൻ ചെയ്യുന്നത് 1% അല്ലെങ്കിൽ 1% ബിലോ ആണ്. ഞാൻ 0.50, 0.30 ഇതൊക്കെയാണ് എൻ്റെ എന്താ പറയാ ഞാൻ റിസ്ക് ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും എന്താ പറയാ 1%ന് മുകളിൽ ഇവിടെ ഒരു ട്രേഡിൽ ഞാൻ റിസ്ക് ചെയ്യുന്നില്ല. പിന്നെ എന്റെ ട്രേഡ്സ് എന്ന് പറയുന്നത് ഭയങ്കര ലിമിറ്റ് ആണ് ഗൈസ്. ഞാനിപ്പോ ആഴ്ചയിൽ ഒരു 2 ട്രേഡ് എടുത്താ എടുത്തു. നമ്മുടെ ഡിസ്കോഡിലൊക്കെ ഉള്ള ആൾക്കാർക്ക് അറിയാം, അവർക്കൊക്കെ ബോറടിക്കുന്നുണ്ടോ, എന്താ ബ്രോ ട്രേഡ് വരാത്ത എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ എന്താ പറയാ സ്വിംഗ് ട്രേഡിംഗ് ആണ് ചെയ്യുന്നത്. സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേര് സ്ട്രാറ്റജി എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഗൈസ്, സ്ട്രാറ്റജി എന്നൊന്നും പറയാനൊന്നും ഇല്ല. നമുക്ക് മാർക്കറ്റിന്റെ ഡയറക്ഷൻസ് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് ഏത് സ്ട്രാറ്റജി ആണോ സെറ്റ് ആവുന്നത്, സ്ട്രാറ്റജിയിലൊന്നും ഒരു ഒരു മഹാനതൊലി ഇരിക്കുന്നില്ല. മനസ്സിലായോ? നമ്മൾ എങ്ങനെ നമ്മുടെ പൈസ മാനേജ് ചെയ്യുന്നു, നമ്മുടെ മണി മാനേജ്മെന്റ് ഇതിൽ കറക്റ്റ് ആയിരിക്കണം. ട്രേഡിങ്ങിൽ കറക്റ്റ് ആയിട്ടൊരു പ്ലാൻ ഇട്ടിട്ട് വേണം നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട്. മനസ്സിലായോ? നമ്മളിപ്പോ ഒരു എന്താ പറയാ, ഇപ്പൊ ഒരു ഫസ്റ്റ് പേസ് നമ്മൾ ഇപ്പൊ ഒരു 100K അക്കൗണ്ട് നമ്മൾ എടുത്തു എന്ന് വിചാരിക്കുക. അതിൽ നേരിട്ട് നമ്മൾ 1% റിസ്ക് ചെയ്ത് ട്രേഡ് ചെയ്ത് പോകുന്നേക്കാളും നല്ലത് ഒരു 0.50 റിസ്ക് ചെയ്തിട്ട് ഒരു 5 ട്രേഡ് ചെയ്യുക. ഓക്കെ, ഇന്ന് അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു 3%, 4%, അതൊന്ന് ആവുന്നത് വരെ, പ്രോഫിറ്റബിൾ ആവുന്നത് വരെ 0.50 ട്രേഡ് ചെയ്യുക. മനസ്സിലായോ? വീക്കിലി ഒരു 2 3 ട്രേഡ്, മൂന്നാമത്തെ വേണ്ട, 2 മതി. ഞാൻ 2 ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഇതൊരു 4%, 5% ഈ അക്കൗണ്ടിൽ എത്തിയതിനു ശേഷം നിങ്ങൾ റിസ്ക് കൂട്ടുക. 0.75 1% റിസ്ക് ചെയ്തിട്ട് ഒറ്റ ട്രേഡിൽ തന്നെ അത് തീരാവുന്ന കേസ് ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബേസും പാസ്സാക്കാൻ പറ്റും. ഇപ്പൊ ഫസ്റ്റ് ബേസ് പാസ്സാക്കിയ കുറെ ട്രേഡേഴ്സ് സെക്കൻഡ് ബേസ് കൊണ്ടുപോയി തൊലയ്ക്കും. മനസ്സിലായോ? അത് നേരിട്ട് നിങ്ങൾ റിസ്ക് കൂട്ടുന്നതും ഓവർ ട്രേഡ് ചെയ്യുന്നതും പെട്ടെന്ന് തന്നെ ലൈവ് അക്കൗണ്ട് കിട്ടാനുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ മിസ്റ്റേക്കുകൾ വീണ്ടും 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 ചെയ്ത് ആ സെക്കൻഡ് ബേസ്. ഇപ്പൊ എന്റെന്നൊക്കെ FTM ഒരു സെക്കൻഡ് ബേസ് ഞാൻ റീച്ച് ചെയ്തിട്ടുണ്ട് 50K അക്കൗണ്ട്. മനസ്സിലായോ? പെട്ടെന്ന് പാസ്സാക്കിയിട്ട് പെട്ടെന്ന് വിഡ്രോൾ എടുക്കാൻ നോക്കിയതാ, അപ്പൊ തന്നെ പോയത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഞാൻ എന്ത് ക്വിക്കായിട്ട് ചെയ്യാൻ നോക്കിയാലും എന്റെ കയ്യിൽ നിന്ന് വീണ്ടും വീണ്ടും അത് ടൈം എടുത്ത് പിന്നെയും പിന്നെ അകലേക്ക് പോവുള്ളൂ. കാരണം ഞാൻ എനിക്ക് മനസ്സിലായി, കാരണം നമ്മൾ പതുക്കെ നിന്നിട്ട് ഇതിൽ കാര്യമുള്ളൂ. അപ്പോൾ പതുക്കെ നോക്കുക. ഒരൊറ്റ മാസം കൊണ്ട് പാസ് ചെയ്ത് ലൈവ് അക്കൗണ്ട് കിട്ടിയിട്ട് വിഡ്രോവൽ എടുത്തു കഴിഞ്ഞാൽ എന്റെ എല്ലാ പ്രശ്നം തീരും എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ നീണ്ടു നീണ്ടു പോകും. നമുക്ക് ഒരിക്കലും ഇത് പാസ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ചെയ്യാം ഗൈസ്. ഒരു 0.50 റിസ്ക് ചെയ്തിട്ട് ഒരു മാസോ 1.5 മാസം ആകുമ്പോൾ അതൊരു 5% അല്ലെങ്കിൽ ഒരു 4% എത്തും. അവിടെ നിന്ന് നിങ്ങൾ 1% റിസ്ക് ചെയ്തിട്ട് ഫസ്റ്റ് ബേസ് കംപ്ലീറ്റ് പാസ്സാക്കുക. ഓക്കെ, സെക്കൻഡ് ബേസ് 0.50 തന്നെ പോയി കഴിഞ്ഞാൽ 5% എത്തുന്ന വരെ ട്രേഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. ലൈവ് അക്കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും 1%, 0.50 റിസ്ക് ചെയ്യണ്ട. ഓക്കെ, ഒരു 0.30 മാത്രം റിസ്ക് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുക. അപ്പൊ നമുക്ക് കുറച്ച് നാൾ അതിൽ നിന്ന് കുറച്ച് കുറച്ച് വിഡ്രോവൽ എടുത്തിട്ട്, വിഡ്രോവലൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഈ ഒരു റൂള് സെറ്റ് ചെയ്തിട്ട് ഒരു സെറ്റ് ട്രേഡ് എടുക്കുക, ഒരു 12 ട്രേഡ് എടുക്കുക. ആ 12 ട്രേഡിൽ നിങ്ങൾ ഒരു പ്ലാൻ ഉണ്ടാക്കുക. 0.50 മുകളിൽ ഞാൻ ട്രേഡ് ചെയ്യില്ല, വീക്കിലി 2 ട്രേഡ് ചെയ്യുള്ളൂ. അതാണ് എന്റെ പരിപാടി. കംപ്ലീറ്റ് പ്ലാൻ എഴുതി വെച്ചിട്ട് ഏതെങ്കിലും ഒരു പെയർ കണ്ടുപിടിച്ചിട്ട് അതിൽ ചെയ്യാം. ഓക്കെ, സ്വിംഗ് ട്രേഡ് ചെയ്യാൻ നോക്കുക. ഇപ്പൊ സ്കാൽപ്പിംഗ് ഒക്കെ ഇതില് എന്താ പറയാ, നമുക്ക് പാസ്സാക്കി എടുക്കാം. ലൈവ് അക്കൗണ്ടിലൊക്കെ വല്ല സ്ലിപ്പേജ് സാധനങ്ങളൊക്കെ വന്നു. കാരണം ഈ ഫേമുകൾക്ക് ആവശ്യം നമ്മൾ ഒരിക്കലും പൈസ ഉണ്ടാക്കരുത്. നമ്മളിപ്പോഴും ലോസ് ആയിരിക്കണം. എന്നാലാണ് കൂടുതൽ കൂടുതൽ നമ്മൾ പർച്ചേസും ചെയ്യുള്ളൂ, അവർക്കും ലാഭം. അപ്പോ അവര് സ്ലിപ്പേജ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഫണ്ടിങ് ബീറ്റ്സിലൊക്കെ നമ്മുടെ ഫ്രണ്ട് ഉണ്ട്, അവന് ഇതേപോലെ EUR/USD ട്രേഡ് ചെയ്തിട്ട് എന്താ പറയാ സ്ലിപ്പേജിൽ അക്കൗണ്ട് ബ്രീച്ച് ആയി. അപ്പൊ അങ്ങനെയും കുറെ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ മോസ്റ്റ്ലി നിങ്ങൾ ഹയർ ടൈം ഫ്രെയിമിൽ ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് എന്താ പറയാ ഈ ലൈവ് അക്കൗണ്ട് ഒക്കെ മാനേജ് ചെയ്ത് അല്ലെങ്കിൽ പാസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. ഇപ്പൊ സ്കാൽപേഴ്സ് ഒന്നും ചെയ്യണില്ല എന്നല്ല, ചെയ്യുന്നുണ്ട്. ഈ സ്ലിപ്പേജിലൊക്കെ പെടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. മനസ്സിലായോ? അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഉം. പിന്നെ എന്താ പറയാ കുറെ പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ബ്രോ സ്ട്രാറ്റജി കാര്യങ്ങൾ. അപ്പോൾ എന്റെ സ്ട്രാറ്റജി ഒന്നുമില്ല ബ്രോ. കാൻഡിൽ സിക്സ് ബൈബിൾ ഉണ്ട്, അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഐഡിയ കിട്ടും. അങ്ങനെയാണ് ഇപ്പോ എന്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എനിക്ക് 1 2 സ്ട്രാറ്റജീസ് ഉണ്ട്. അത് ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ഓരോ സ്ട്രാറ്റജി എന്താണ്, എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന ഫിബിനാച്ചി, മൂവിങ് ആവറേജ്, ഇതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവര് കാണാം. കാൻഡിസ്റ്റിക്സ് ബൈബിൾ വായിക്കുക. അതിലുള്ള സ്ട്രാറ്റജി സിമ്പിൾ ആണ്, ആർക്കും മനസ്സിലാക്കാൻ പറ്റും. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഹയർ ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്തിട്ട്, പിന്നെ ഇതിന് വേണ്ടത് ക്ഷമയാണ് ഗൈസ്. ഇതിന് നല്ല ക്ഷമ വേണം. കാരണം ഇപ്പോ നമുക്ക് വേറെ ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇതിൽ ഒരു ഷോർട്ട് കട്ടും ഇല്ല. കുറെ പേര് ചോദിക്കുന്നുണ്ട് വെച്ചിട്ട് നമുക്ക് ഫണ്ടഡ് ഫേമുകൾ പാസ്സാക്കി കൂടെ നമുക്ക്. പക്ഷെ ഇതൊന്നും നടപടിയാവണ കേസല്ല. ഈ ഹൈ ഫ്രീക്വൻസി ട്രേഡ് HFT ഒക്കെ എന്താ പറയാ പണ്ടേ കാലത്ത് ബ്രോക്കറുകൾ ബാൻ ചെയ്ത മെത്തേഡാണ്.
മനസ്സിലായോ? ഇപ്പൊ കുറെ ഫേമുകൾ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് തന്നെ അവരുടെ പർച്ചേസ് കൂടാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് സെയിൽസ് കൂടാൻ വേണ്ടിയിട്ടാണ് അവര് എന്താ പറയാ ഈ HFT ഒക്കെ പ്രൊമോട്ട് ചെയ്യണത് തന്നെ. മനസ്സിലായോ? അതിൽ ഇപ്പൊ ഒരു 10 പേർക്ക് അവർ വിഡ്രോവൽ എടുത്താൽ 100 പേർക്ക് വിഡ്രോവൽ കിട്ടാത്ത ആൾക്കാരുകളുണ്ട്. പല റൂൾസ് സ്ട്രിക്റ്റ് ആക്കിയിട്ട് അവരെ അക്കൗണ്ട് ബ്രീച്ച് ചെയ്തിട്ട് അവർ പൈസ അടിക്കും. മനസ്സിലായോ? അപ്പൊ നല്ല ഫേമുകൾ തന്നെ ഇപ്പൊ അവിടെ കൂട്ടിപ്പോയിട്ട് ആൾക്കാർ തൊലിഞ്ഞിരിക്കുന്നത്. അപ്പോഴാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പൊ അതിന്റെ പിന്നാലെയൊക്കെ പോയിട്ട് ഞാൻ പോവണ്ടാന്ന് പറയുന്നില്ല. നിങ്ങൾ പോയിട്ട് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് വന്നാലൊക്കെ തന്നെയാണ് നമ്മൾ ഓരോന്ന് പഠിക്കുക അല്ലേ. എനിക്ക് ഇത്ര ഒരു വാങ്ങി പൈസ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നിങ്ങൾ കാണുന്ന അല്ലെങ്കിൽ ആ റിസൾട്ട് വെച്ചിട്ട് അവർ മാർക്കറ്റ് ചെയ്യുന്നത് വേറെ രീതിക്കായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ വീഴാതിരിക്കാം. അതൊക്കെ മനസ്സിലാക്കുക. കുറെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, കുറെ ഇഎകളുണ്ട്. $2000 ഡെപ്പോസിറ്റ് ചെയ്താൽ മതി, മന്ത്ലി വെറുതെ ഇരുന്നാൽ മതി, പൈസ കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പരിപാടി ഉണ്ട്. ഇതിലൊന്നും പോയി വീഴാതിരിക്കുക. വീണാ ഒന്നുമില്ല, പൈസ പോയി. പിന്നെ കുറെ സ്കാം ബ്രോക്കേഴ്സ് ഉണ്ട്. നമ്മൾ എന്താ പറയാ, ബ്രോക്കേഴ്സ് ഇപ്പൊ ബിഗിനേഴ്സ് ഒക്കെ ഏത് ബ്രോക്കർ വേണം എന്നൊക്കെ നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഇപ്പൊ എക്സ്നസ്, ഹോട്ട് ഫോറക്സ്, ടിക്മില്ല്, പിന്നെ ഏതാ ബ്ലൂബെറി, FP മാർക്കറ്റ്, ഇഷ്ടംപോലെ നല്ല എന്താ പറയാ നല്ല സൈസക്ക് അല്ലെങ്കിൽ പിന്നെ FSCO അങ്ങനെ എന്തോ ആണ് ആ ലൈസൻസിന്റെ പേര്. ഞാൻ കറക്റ്റ് ആയിട്ട് എനിക്ക് ഓർമ്മയില്ല. FSCയും സൈസക്കും പിന്നെ വേറെ ഓസ്ട്രേലിയൻ ലൈസൻസ് അല്ലെങ്കിൽ ന്യൂസിലാൻഡ് ലൈസൻസ് അങ്ങനെ നോക്കിയാൽ മതി. മനസ്സിലായോ? പിന്നെ ഈ പനാമയോ ഐലൻഡോ അങ്ങനെ എന്തോ ഒരു ഐലൻഡ് ഒക്കെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള എന്താ പറയാ ബ്രോക്കേഴ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് വിട്ടുപിടിച്ചോ. നല്ല ബ്രോക്കേഴ്സിൽ തന്നെ വലിയ എമൗണ്ട് ഒക്കെ ആണെന്ന് വെച്ചാൽ നല്ല ബ്രോക്കേഴ്സ് തന്നെ നോക്കിയിട്ട് സെലക്ട് ചെയ്യണമായിരിക്കും നല്ലത്. പിന്നെ ഇപ്പൊ ഫെയിമുകളിലായാലും എന്താ പറയാ കുറെ ചവറ് പോലെ ഫെയിമുകളാണ്. ഓരോ ദിവസം ഓരോന്ന് വെച്ച് ഇറങ്ങുന്നുണ്ട്, അതുപോലെ കൂട്ടി പോകുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഫേമുകളൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പൊ FTMO, 5 ഇയർ, ഫണ്ടിങ് ബിപ്സ്, ഫണ്ടഡ് നെക്സ്റ്റ്, പിന്നെ എന്താ പറയാ ഞാൻ പുതിയൊരു ചലഞ്ചും കൂടി എടുത്തിട്ടുണ്ട്. ഒരു എന്താ പറയാ 200K ഫണ്ടഡ് നെക്സ്റ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം ഇപ്പൊ നോക്കി, ഇപ്പൊ നല്ല സെയിൽസും നല്ല റിവ്യൂസ് ഒക്കെ ഉണ്ട്. ഇതിനു മുന്നേ ഞാൻ ഫണ്ടഡ് നെക്സ്റ്റ് ചൂസ് ചെയ്യാൻ നിന്നപ്പോ ഇവർക്ക് ഭയങ്കര സ്ലിപ്പേജാ. ഭയങ്കര എന്താ പറയാ ചെറിയ ചെറിയ കാരണം കൊണ്ടൊക്കെ ഇവര് ഓരോന്ന് ചെയ്തിട്ട് ബ്രീച്ച് ആക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അവര് നല്ല കമ്പനി ആയിട്ട് കാണുന്നുണ്ട്. ഇനിയിപ്പോ കൂട്ടോന്നൊന്നും അറിയില്ല. എന്തായാലും ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതൊക്കെയാണ് ഇപ്പോ ആൽഫ ക്യാപിറ്റല്, ഇതൊക്കെയാണ് ഇപ്പോ നല്ല ഫേമുകള്. അപ്പോ അങ്ങനത്തെ നല്ല ഫേമുകൾ നോക്കിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക. ചെറിയ ചെറിയ ഫേമുകളിലും ബാക്കിയുള്ളവരെ വർത്താനൊന്നും കേട്ടിട്ട് പൈസ ഇറക്കി കഴിഞ്ഞാൽ പൈസ പോകും. നിങ്ങൾ നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് നോക്കുക. പിന്നെ മാർക്കറ്റിൽ അറിയാലോ, നമ്മൾ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ തന്നെ 150 കോഴ്സുകളുടെ പരസ്യങ്ങളാ. മനസ്സിലായോ? റിസൾട്ട് ഉള്ള മെന്റേഴ്സ് ഒരു കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഉടായിപ്പാണ് ഗൈസ്. മനസ്സിലായോ? ഞാൻ പേരെടുത്ത് പറയാത്തത് നാളെ നമുക്ക് എന്താ പറയാ വെറുതെ ശത്രുക്കളെ കൂട്ടല്ലോ. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ പേരെടുത്ത് പറയാത്തത്. നമുക്ക് കുറെ പേരെ അറിയാം. എന്താ പറയാ കുറെ ഇപ്പൊ ഭയങ്കര ഹിറ്റായിട്ട് നിൽക്കുന്ന കുറെ ടീമുകളുണ്ട്. ഒരെണ്ണത്തിന് റിസൾട്ട് ഇല്ല ഗൈസ്. വെറുതെ കിട്ടുന്ന എന്തൊക്കെയോ ഷോ കാട്ടി മറ്റേതാണ് മറിച്ചേതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിക്കുകയാണ്. ഈ സംഭവം ട്രേഡിംഗ് എന്ന് പറയുന്നത് ഞാൻ അതുകൊണ്ടാണ് ഗൈസ് ഞാൻ ഒരു കോഴ്സ് കൂടെ നിൽക്കാത്തത്. മനസ്സിലായോ? കാരണം എനിക്ക് ഒരു ഉറപ്പില്ല. ഇപ്പൊ ഞാനൊരു 100 പേരെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 2 പേരെ അതിൽ കറക്റ്റ് ആയിട്ട് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കുന്നുണ്ടാവുള്ളൂ. മനസ്സിലായോ? അങ്ങനെയാണ് ഈ മാർക്കറ്റ്. അല്ലാണ്ട് ഇത് ഈസി അല്ല ഗൈസ്. ഇത് ഭയങ്കര നമ്മൾ എന്താ പറയാ ഈ സ്കില്ല് നമ്മൾ ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്താൽ തന്നെ ഇത് നമ്മൾ ഇൻഡിപെൻഡന്റ് ട്രേഡേഴ്സ് ആണ്. അല്ലാണ്ട് നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഒന്നും ഈ പരിപാടി നടക്കുന്നില്ല. മനസ്സിലായോ? നല്ല മെന്റേഴ്സും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല മെന്റേഴ്സിനെ നിങ്ങൾ സെലക്ട് ചെയ്യുക, റിസൾട്ട് ഉള്ള മെന്റേഴ്സിനെ. മനസ്സിലായോ? കുറെ ഉടായ്പ ചെങ്ങായിമാരുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള പൈസ കണ്ടിട്ട് എന്താ പറയാ അല്ലെങ്കിൽ നിങ്ങളുടെ കോഴ്സിന്റെ ഇപ്പൊ 45,000 രൂപ 35,000 രൂപയ്ക്കാണ് കോഴ്സ്. ഇത് വാങ്ങിയിട്ടാണ് അവര് ട്രേഡ് ചെയ്യണമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരാൾക്കാരും ചിലപ്പോ എന്താ പറയാ 2 ലക്ഷം ഒരു കൊല്ലം ട്രേഡ് ചെയ്തിട്ട് 2 ലക്ഷം പ്രോഫിറ്റിന്റെ റിസൾട്ട് ഒക്കെ വെച്ചിട്ട് എന്നിട്ട് കസാരയിൽ ഇരുന്നിട്ട് കഥ പറയാ. അപ്പൊ അതിലൊന്നും പോയി വിടാണ്ടിരിക്കുക. നിങ്ങൾ തന്നെ ഇതൊക്കെ ഞാൻ ഒരു കോഴ്സ് എടുത്ത് പഠിച്ചിട്ടില്ല ഗൈസ്. ഞാൻ എന്താ പറയാ 96 ബൈബിളും പിന്നെ അല്ലറ ചില്ലറ കുറെ അതും ഇതൊക്കെ വെച്ച് വായിച്ച് കറക്റ്റ് ആയിട്ട് നമുക്ക് മണി മാനേജ്മെന്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു പ്ലാൻ ചെയ്തിട്ട് ഒരു വീക്ക് ഒരു പ്ലാൻ ഇട്ടിട്ട് ആ വീക്ക് ആ പ്ലാൻ ഫോളോ ചെയ്യാൻ പറ്റിയെങ്കിൽ നമ്മൾ ഓക്കെ ആണ്. മനസ്സിലായോ? അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. പിന്നെ എന്താ പറയാ ഫണ്ടഡ് അക്കൗണ്ട് എടുക്കുമ്പോൾ നേരിട്ട് നിങ്ങൾ 100K ഒന്നും എടുക്കാതെ ഇപ്പൊ ഞാൻ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ 100K എടുക്കാനുള്ള പൈസ റെഡി ആക്കിയിട്ട് ഒരു 300K എടുക്കും. മനസ്സിലായോ? അപ്പോൾ എനിക്ക് ഒന്നും കൂടി ഇമോഷൻസ് കുറയും. കാരണം ഒരെണ്ണം പോയാലും വേറെ 2 എണ്ണം എടുക്കാനുള്ള പൈസ ഉണ്ടല്ലോ. അപ്പൊ നേരിട്ട് ഒരു 300 എടുക്കാതെ ഈ 100K തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു 3 എണ്ണത്തിലേക്കുള്ള ഇത് റെഡി ആക്കിയിട്ട് ആദ്യത്തെ ഒരെണ്ണം എടുക്കും. അപ്പൊ നമുക്ക് ഇമോഷൻസ് കുറയും. മനസ്സിലായോ? അപ്പോ നമ്മുടെ ഇമോഷൻസ് ഇപ്പൊ എന്റെ ഇമോഷൻസ് ഇങ്ങനെയാണ് കുറയണേ. നിങ്ങളുടെ ഇമോഷൻസ് എങ്ങനെ കുറയാന്ന് എനിക്കറിയില്ല. അതിനുള്ള വഴി നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചിട്ട് സെറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ. അപ്പോ ഈ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോ ആൾക്കാർ ഒന്ന് സൂക്ഷിച്ചിട്ട് എന്താ പറയാ കുറെ മെന്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലൊക്കെ പോയി വീഴാതെ
കറക്റ്റ് ആയിട്ടുള്ള പിന്നെ കുറെ സിഗ്നൽസ് കൊടുക്കുന്ന ടെലിഗ്രാം ഗ്രൂപ്പുകളും ബോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. അതും പറയാൻ മറന്നു. അപ്പൊ സിഗ്നൽസ് ഒന്നും എടുത്ത് എനിക്കറിയില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ. പണ്ട് ഞാനും ട്രൈ ചെയ്തിട്ട് കുറെ പൈസ പോയതാ. അപ്പോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. അപ്പൊ ഹാപ്പി ട്രേഡിങ്.